ഇവിടുള്ള അനുഗ്രഹങ്ങൾ ഒരു മരണത്തിന് അപ്പുറമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഒരു പരിധിയുണ്ട്. എന്നാൽ ആത്മീയ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മരണശേഷവും നിത്യതയിലും അതിൻ്റെ ഇമ്പാക്റ്റ് നിലനിൽക്കുന്നതാണ്. കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. അത് നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനാണ്. അത് ഒരു ഭാഗം പറയുന്നു. പിന്നുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ നമ്മെ ദത്തെടുത്തു എന്ന് പറയുന്നു. ഈ ദത്തെടുപ്പ് മുമ്പേ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശത്രുക്കളായിരുന്നു, ദൂരസ്ഥരായിരുന്നു, വാഗ്ദത്തത്തിന് അന്യരായിരുന്നു. ഈ ദൈവത്തിൻ്റെ ഈ മക്കളെ എന്നുള്ള ലെവലിലേക്ക് അപ്പാ പിതാവേ എന്നുള്ളൊരു പുത്രത്വത്തിൻ്റെ അനുഭവം, അത് അങ്ങോട്ട് അങ്ങനെ അടുത്ത് ചെല്ലുവാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു. നേരിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ പോലും, അല്ല ഇസ്രായേൽ മക്കളുടെ കൂട്ടെങ്കിലും അടുത്ത് ചെല്ലുവാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു. എന്നാൽ അവിടെ യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടി ആ ദത്തെടുപ്പ് നമ്മെ ആത്മീയമായി അപ്പാ പിതാവ് എന്നുള്ള പുത്രത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം. അത് ഇവിടം കൊണ്ട് തീരുന്നതല്ല. ആ ബന്ധം ഇവിടുത്തെ മരണത്തിനപ്പുറമായി നിലനിൽക്കുന്ന ബന്ധം.